ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാന വിഷയം വിധിക്കരുത് എന്നാണ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യം മത്തായി 7:1-2 വാക്യങ്ങൾ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയിൽ നിങ്ങളെയും വിധിക്കും. മറ്റുള്ളവരെ വിധിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലായിടത്തും ഉണ്ട്. കാര്യം ശരിക്കും മനസ്സിലാക്കാതെ വിമർശിക്കുന്നത് മൂലം വ്യക്തിക്കും കുടുംബത്തിനും ഉണ്ടാകുന്ന വേദന വളരെ വലുതാണ്. സ്വന്തം കണ്ണിൽ കോലിരിക്കെ കൂട്ടു സഹോദരന്റെ കരട് കണ്ട് പരിഹസിക്കും പോലെയാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത്. അത് പൈശാചികമാണ്. ക്രിസ്തു മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടില്ല, മുറിവുകൾ കെട്ടിയിട്ടേ ഉള്ളൂ. ഇന്നത്തെ വായനാ ഭാഗത്ത് ആരെയും അശുദ്ധമെന്ന് കരുതി വിധിച്ച് അകറ്റി നിർത്തേണ്ടതില്ലെന്ന ദർശനം വ്യക്തമാണ്. ദൈവം സൃഷ്ടിച്ചത് അശുദ്ധം എന്ന് ചിന്തിക്കരുത്. വിധിക്കാൻ ദൈവത്തിന് മാത്രമാണ് അധികാരം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഭൂരിഭാഗം വിധികളും അന്യായ വിധികളാണ്. എന്നാൽ നീതിമാനായ ദൈവം മുഖപക്ഷമില്ലാതെ വിധിക്കും എന്ന് മറക്കരുത്. പ്രിയരെ, അതുകൊണ്ട് ഈ നോമ്പിന്റെ നല്ല നാളിൽ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കുകയും സംസാരങ്ങളെ ഭംഗിപ്പെടുത്തുകയും സന്തോഷം നഷ്ടപ്പെടാതെ മുന്നേറാൻ നമുക്ക് കഴിയണം. അതിന് സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.